നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് എന്തുകൊണ്ട് ഒരു ഓട്ടോമേഷനിലേക്ക് എത്തുന്നില്ല? ഒരു കളക്ഷനുമാണ്. കളക്ഷനും സെപ്പറേഷനാണ് വേസ്റ്റ് മാനേജ്മെന്റ് ബേസിക് തിങ്. Segregation. ബയോഡിഗ്രേഡബിൾ, നോൺ ബയോഡിഗ്രേഡബിൾ, ഈ രണ്ട് കൺസെപ്റ്റ്, രണ്ട് വ്യത്യാസമാണ്. അപ്പോൾ നോൺ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ് ആണ് മേജർ ഇഷ്യൂസ്. എന്തിനാണ് പ്ലാസ്റ്റിക്സ് നമ്മൾ ഇത്ര മേജർ ആക്കാൻ കാരണം? അതിനെക്കാട്ടിലും നമുക്ക് കുറേ കാര്യം ചെയ്യില്ല. ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ് ആക്കാമല്ലോ. മാർക്കറ്റിംഗ് നോക്കുമ്പോൾ എവറിത്തിങ് ഇസ് ബ്രൈറ്റ് ആൻഡ് സിമ്പിളും ബ്രൈറ്റുമായിട്ട് കളേർഡ് എല്ലാ പാക്കേജസ് ആണ്. ആ പാക്കേജസിനെ കമ്മിയാക്കാം. സോപ്പ് പാക്കേജസ് ഡബിൾ ലെയറാണ്. ടൂത്ത് പേസ്റ്റിന് ഒരു എക്സ്ട്രാ ബോക്സ് ആണ്. അത് ഒഴിവാക്കാം നമുക്ക്. പക്ഷേ നമുക്ക് പീപ്പിൾ അവർ ചൂസ് അബൌട്ട് തിങ്സ്. അതൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കമ്പനീസിനെ ബയോഡിഗ്രേഡബിൾ ആക്കൂ. സോപ്പ് പാക്കറ്റ്സിന് പ്ലാസ്റ്റിക് എടുക്കാൻ അല്ലാതെ ഒരു എക്സ്ട്രാ ഫിലിം ലെയർ ഇടുന്നുണ്ട്. അവരെല്ലാം പാക്കിലല്ലാതെ വാട്ടർ പ്രൂഫ് ആക്കാനെല്ലാം ഉണ്ട്. പക്ഷേ ദേ ക്യാൻ ഡു ഇറ്റ് ദംസെൽഫ്. അവിടുന്ന് തുടങ്ങി വയ്ക്കുക. അപ്പം ഗവൺമെൻറ് ഈ കാര്യത്തിന് ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യണം. അവർ സബ്സിഡീസും കാര്യം ഈ ചില ഉപയോഗിക്കുന്നത് ചെയ്യണം. സബ്സിഡീസ് എല്ലാം ചെയ്തിട്ട് കിടക്കണം. ഗീവ് ദം എ ചാൻസ്, ഗീവ് ദം ഓപ്ഷൻ ഓഫ് ഡൂയിങ് ഇറ്റ്. കമ്പനീസ് കൊടുക്കും ഓപ്ഷൻ. നമ്മുടെ ആ ഡീഗ്രേഡബിൾ ആണെങ്കിൽ ശരി. പ്ലാസ്റ്റിക് ഡീഗ്രേഡബിൾ അറിയാമല്ലോ അവർക്ക്. ഇന്നാലും പ്ലാസ്റ്റിക് തന്നെ ആയിരിക്കും. പ്ലാസ്റ്റിക് പാക്കപ്പ് എവറിത്തിങ് ഈസ് പ്ലാസ്റ്റിക്. അതിന് മിസ്യൂസ് ആണ് പ്ലാസ്റ്റിക്കിൻ്റെ ഇഷ്യൂ. അത് ജനറലി പ്ലാസ്റ്റിക് ഇസ് വണ്ടർ പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി. ആ വണ്ടർ പ്രൊഡക്റ്റിനെ മിസ്യൂസ് ആയിട്ടാണ് അത് ചെയ്തത്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ പ്രൊഡക്ട്സിനെ ബയോഡിഗ്രേഡബിൾ ആക്കൂ. ഇപ്പോൾ ചില പ്രൊഡക്ട്സ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈയർ ആൻഡ് ഇനിയും കുറേ ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജപ്പാനിലൊരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. നമ്മൾ ഏത് പ്രൊഡക്റ്റാണ്, ഏത് ബ്രാൻഡ് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് പ്ലാസ്റ്റിക് കവറിങ് ആണെന്നുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക്സ് കമ്പനി തന്നെ എന്ത് ചെയ്യും, എടുക്കും. അത് എടുക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ. അതുപോലെ തന്നെ ജപ്പാനിലെ ആളുകളുടെ പബ്ലിക് അവയർനെസ് ഒക്കെ ബെസ്റ്റ്. ഇൻബിൽട്ട് അവർ ഒരു സിവിക് സെൻസ് ഉള്ള ആൾക്കാരാണ്. അവർ ചെറുപ്പത്തിലെ സെറ്റാക്കിയിട്ട് റെസ്പെക്ട് ഇൻബിൽട്ടാണ് അവർക്കെല്ലാം. അതൊരു മാറ്റവും ഇല്ല. ഇങ്ങനെ നമുക്ക് ഇതാ പ്രോബ്ലം. നമ്മുടെ നാട്ടിൽ ടൂപ്പിക്ക് നമ്മുടെ പാലക്കാലം മിൽമ വരെ ചെയ്തതാണ് ഈ സാധനം. പക്ഷേ സക്സസ് ആയില്ല. റിട്ടേൺ പാക്ക് റിട്ടേൺ ആണ്. അപ്പോൾ കളക്ഷൻ ചെയ്യാൻ ആൾക്കാരില്ല. ബിക്കോസ് മിൽമ ഇറ്റ് സെൽഫ് ഇത് ഔട്ട് കംപ്ലീറ്റ് മിൽക്കിന് ഔട്ട്സോഴ്സാണ് ചെയ്യണം. ഇറ്റ് തേർഡ് പാർട്ടിയാണ് അവർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. സോ അപ്പോൾ നമ്മൾ നിലവിൽ നമ്മുടെ ആളുകളോട് ഇപ്പോൾ എന്താ പറയാനുള്ളത്? നല്ലൊരു ജനറൽ ബേസിക് കമ്മ്യൂണിറ്റി സർവീസ് ആയിട്ട് ചെയ്യണം. ഇത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഏരിയ ക്ലീൻ ആയിരിക്കുന്ന ഒരു മനസ്സിൽ തോന്നൽ വേണം. അവിടുന്ന് തുടങ്ങണം. കമ്മ്യൂണിറ്റി ആരെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം. ഒരു എന്തായാലും അസോസിയേഷൻസ് എല്ലാവരും ഉണ്ട്. ഫ്ലാറ്റിൽ മാത്രമല്ല, ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ അമ്പലം, പള്ളി, ചർച്ചസിലെല്ലാം അവരായിരിക്കണം ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് അവർ ചെയ്യണം. ദേ ആർ ദ ബിഗസ്റ്റ് ഇൻഫ്ലുവൻസ്. ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഒരു ഇനീഷ്യേറ്റീവ് കൊടുക്കും ആൾക്കാർക്ക് ചെറുതായിട്ട്. ഇങ്ങനത്തെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അവർക്ക് പറഞ്ഞ് ശരിയാക്കാം. അറ്റ്ലീസ്റ്റ് കേൾക്കും ആൾക്കാർ. ഇൻസ്റ്റീറ്റ്യൂട്ട് പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇഷ്യൂ ആണ്. നമ്മുടെ റൈവലറി ഇഷ്യൂ ആണ്. ആര് പറയില്ല എന്നാണ്. അതൊന്നും എല്ലാം വിട്ടിട്ട് നമ്മൾ സ്വന്തം കാര്യം ആലോചിക്കുക. നമ്മൾ നാടിന് വേണ്ടിയിട്ട് ക്ലീൻ ആയിട്ടിരിക്കുന്നത് ആലോചിച്ചപ്പോൾ എന്തിനാ വെറുതെ പരാതി പറയണം? മരം മുറിച്ചിട്ട് വെയിലാണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മഴയില്ല പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്ലാസ്റ്റിക് മാലിന്യത്തെ കുറ്റം കൊണ്ട് നമ്മളെ ഉപയോഗിക്കണം. അത് കുറേ ഒഴിവാക്കാനല്ലോ. കടയിലാണെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ലോക്കൽ കട ഉപയോഗിക്കും. മാർക്കറ്റിലെ ഹൈപ്പർ മാർക്കറ്റിനെ ലോക്കൽ ടെൽ ദം പേപ്പറിൽ പാക്ക് ചെയ്യാൻ പറയും. ചെയ്യാനേ ഉള്ളൂ. പേപ്പറിൽ പാക്ക് ചെയ്യാൻ അരി, ഉപ്പും മുളക് എല്ലാം പേപ്പറിൽ പാക്ക് ചെയ്യാനേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ ബാഗ് കൊണ്ടുപോകും. പേപ്പർ ബാഗ്സ് അല്ലെങ്കിൽ ക്ലോത്ത് ബാഗ്സ് കൊണ്ടുപോയിട്ട് ചെയ്യാനേ ഉള്ളൂ. നമുക്ക് ആ ഒരു അവയർനെസ് ആൾക്കാർക്ക് മനസ്സിൽ വരണം. നമ്മൾ പോയി കടയിൽ പോയി റെഡിമെയ്ഡ് വലിച്ചെടുക്കുക, ട്രാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. നമ്മുടെ ഒരു പുതിയ ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇനീഷ്യേറ്റീവ് ഉണ്ട്. എക്കോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ഗ്രീൻ ലീഫ് കൊടുക്കുന്നുണ്ട്. നല്ല ഇനീഷ്യേറ്റീവ്, വെരി ഗുഡ് ഇനീഷ്യേറ്റീവ്. അത് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ക്ലോത്തിങ് ബാഗ്സ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ എന്താ പറയുക, ക്ലോത്തിങ് ബാഗ്സിൽ അല്ലെങ്കിൽ എക്കോ പ്രൊഡക്ട്സ് ബാഗ്സിൽ റീയൂസബിൾ ആയിട്ട് പ്രൊഡക്റ്റിന് റീയൂസ് യൂസ് ചെയ്യണം. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ റിവാർഡ് കൊടുക്കുന്നുണ്ട്. അത് നല്ല കൺസെപ്റ്റാണ്. അത് കുറച്ചുകൂടി വൈഡ് ആക്കണം. വൈഡ് ആക്കിയിട്ട് പ്രോബ്ലം ഇത് നല്ലൊരു കൺസെപ്റ്റാണ്. പക്ഷേ നമുക്ക് പ്രൈവറ്റ് കമ്പനീസ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ് അത് ദേ വിൽ നോട്ട് ഗിവ് എനി സബ്സിഡീസ് എനിവേ. അതാണ് കാര്യം. അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത നല്ലൊരു കൺസെപ്റ്റാണ്. അതൊന്ന് സീരിയസ് ആയിട്ട് ചെയ്ത് കുറച്ച് ആൾക്കാർ അറിയാം. കോളേജ്, സ്കൂൾ ലെവൽ, കോളേജ് ലെവൽ തുടങ്ങണം. കോളേജ് ഈസ് വൺ ഗുഡ് പ്ലേസ് വെരി സോഷ്യൽ മീഡിയ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രീനി ക്യാമ്പസ് ക്യാമ്പയിൻ റണ്ണിംഗ് ആണ് ഓൾറെഡി ഓൾ കേരള ലെവലിൽ. ഗുഡ് ലക്ക്, ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ. അതുപോലെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് വീട്ടിൽ നിന്നാണ്, പിന്നെ സമൂഹത്തിലേക്ക്, പിന്നെ നാട്ടിലേക്ക്, പിന്നെ നമ്മുടെ ചുറ്റുപാട് മുഴുവനും നമുക്ക് ക്ലീൻ ആക്കാനും ഒരു പാരിസ്ഥിതിക ബോധം, സിവിക് സെൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവരും സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം മക്കളും സ്വന്തം പാരൻസിനോടൊക്കെ അവയർനെസ് കൊടുത്തിട്ട് അവെയർ ആയിട്ടിരിക്കുക.